ഉള്ളി കൂടി ഇട്. എന്തായാലും ഇത് ഒരു കഷ്ണം മീനേ ഉള്ളോ? അത്രേ ഉള്ളൂ, എല്ലാരും കഴിച്ച് തീർത്ത്. എന്ന് പറഞ്ഞാൽ 2 കഷ്ണം മീനെങ്കിലും വേണ്ടേ? ഓ ഇപ്പൊ ഇല്ലാത്തോണ്ടല്ലേ ചേട്ടാ, ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് ഇതെന്തിനാ അലമ്പത്? ഒറ്റ കഷ്ണം മീൻ വെച്ച് അങ്ങനെ ചോറ് കഴിക്കണത്? നമ്മളൊരു കാര്യം ചെയ്താ എടുക്കും. അപ്പൊ നീ പച്ച ചോറ് കഴിക്കൂ? ആ സാരമില്ല. അത് വേണ്ട. ആ സാരമില്ലെന്ന്, ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, വെള്ളം എടുത്തോണ്ട് വരാം, വെള്ളം ഒഴിച്ച് കഴിക്കും. അല്ല നീ ഇതെടുത്തോ? വേണ്ട. അങ്ങനെ അത്ര പെട്ടെന്ന് എന്റെ ഇത്രയും സ്നേഹം വരെ ഇവള് പച്ചച്ചോറ കഴിക്കൂ? എടി പരമ നാറി, എനിക്കറിയാവുന്നടി നീ ഇത് ചെയ്യൂ. എന്റെ കള്ളസ്നേഹം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വരട്ടെ. കഴിച്ചു തുടങ്ങിയില്ല ചേട്ടാ? കഴിച്ചു തുടങ്ങിയത്? ഓ നീ വെള്ളം അടിച്ച് കഴിക്കാൻ പോണോ? ശരിക്കുവാ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ചേട്ടാ, വല്ലപ്പോഴും അല്ലേ കഴി. ചേട്ടാ നിനക്ക് സ്നേഹമാണോ വലുതല്ലേ? പിന്നല്ലാതെ കഴിക്കേ ചേട്ടാ. എന്നാ എനിക്ക് സ്നേഹമാണ് വലുതടി. എനിക്ക് സ്നേഹമാണ് വലുത്. ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്റെ ഭാര്യ കഴിപ്പിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരു കാര്യം ചെയ്ത് ഞാൻ കഴിക്കാം, നീ ഇത് ചുമ്മാ നീ ഇത് കഴി. ചുമ്മാ ചേട്ടാ, നീ ഇത്രയും ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ്, നിനക്ക് അത്യാവശ്യം പിന്നെ ഒമേഗ ഒക്കെ വേണം. അത് കഴിക്കും. ഞാൻ പച്ചച്ചോറ് കഴിച്ചോളാം. ഞാൻ വെള്ളം ഒഴിച്ച് എനിക്ക് പറ്റുമോ? ചേട്ടാ ചുമ്മാ ചേട്ടാ, അത് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലെന്ന്. അല്ല അതാണ് വേണം. അത് എനിക്ക് മീൻ വേണ്ട ചേട്ടാ. മീൻ കഴി നീ. എനിക്ക് വേണ്ട ചേട്ടാ, ഇങ്ങോട്ട്. നിനക്ക് മീൻ വേണ്ടേ? അപ്പൊ ഇതെന്ത്? ഇതൊക്കെ എന്ത് മീൻ വേണ്ടെങ്കിൽ? എത്ര മീനല്ലേ ഇതെങ്ങനെ വന്നടി? എടി താടകേ, എനിക്കറിയാടി നീ മീനൊക്കെ താത്തു വെച്ചിട്ടിരിക്കുന്നത്. നിന്റെ മറ്റേ അഭിനയം. പച്ചച്ചോറ് വെള്ളം ഒഴിച്ച് കഴിച്ചോളാം ചേട്ടാ. നീ വെള്ളം ഒഴിച്ച് കഴിച്ചാൽ മതി. ചേട്ടാ അങ്ങനെ പറയൂ. നീ നമ്പർ അടിക്കോ? കരം കിട്ടിയപ്പോ അടിച്ചങ്ങന്റെ മീനിനെ അടുത്ത് അങ്ങ് തിന്നിട്ട് നിന്റെ ഞാൻ എന്ത് മണ്ടത്തരായപ്പോ ഞാൻ നോക്കില്ലായിരുന്നു. ഓർമ്മിച്ച് ഞാൻ വിശ്വസിച്ചു. ആ ചേട്ടൻ മുമ്പ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നല്ലേ, അതാണ് ചേട്ടാ കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. എങ്കിലോട്ട് ഇതിനൊക്കെ എങ്ങനെ മനസ്സ് വന്നടി? എന്റെ വിശപ്പങ്ങ് പോയി. മകളെ നോക്ക്, എന്തോ ഈ ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ പുല്ലേ അതെല്ലാം കട്ട് ചെയ്ത് കളയാം. മക്കളെ നോക്ക്, നമുക്കൊരു ഫിഷ് ടാങ്ക് വാങ്ങിച്ച മീൻ വളർത്തായിരുന്നു. അത് നല്ല ഐഡിയ ആണ്. നമുക്കേ കുറച്ച് കരിമീൻ കൃഷി ചെയ്താലോ? അങ്ങനെ ആവുമ്പോ നമുക്ക് വിൽക്കുകയും ചെയ്യാം, അതിനെ കറി വെച്ച് തിന്നുകയും ചെയ്യാം. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ അലങ്കാര മത്സ്യം. അത് തന്നെ അത് നല്ലതാ. നീ അത് പുല്ല് ഈ ചെടിച്ചട്ടിയിലുള്ള ഞങ്ങള് രണ്ട് മല പോലെ നിക്കണ നീ കണ്ടില്ലേ? അയ്യോ ഞാൻ കണ്ടില്ല. നമുക്ക് കണ്ടുകൂടാ, കണ്ണില് കുരു. ഞാൻ കണ്ടില്ല. അല്ലെങ്കിലും കാണൂല. ഇപ്പൊ നമ്മളെ ഒന്നും മൈൻഡ് ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഒരുപാട് പഠിക്കണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. എന്തോ പഠിക്കണ്ട? ഓ പഠിക്കാണ്ടാ? എന്താ വവാനെ ഇന്ന് കാക്ക മലന്ന് പറഞ്ഞു. ഇന്ന് എന്തൊരു തോന്നി പഠിക്കാണ്ടെന്ന് പറഞ്ഞോണ്ട് പോണത്? നിലാവത്ത് അയച്ചുവിട്ട കോഴിയെ പോലെ ഉണ്ട്. ഇനിയെങ്കിലും ബുദ്ധി നന്നായാ മതിയായിരുന്നു. നന്നാവും. ദൈവമേ, നീ ശരിക്കും ഇരുന്ന് പഠിക്കണ? ഓ, നിനക്ക് നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടോ? എന്ത്? അല്ല, ഇങ്ങനെ പതിവില്ലാതെ ബുക്കൊക്കെ തുറന്നിട്ട് പഠിക്കണോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചി, പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴല്ല, ഈ നമ്മളുണ്ടല്ലോ അന്നന്ന് പഠിപ്പിക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ പഠിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
നമ്മൾ ഈ പരീക്ഷ സമയത്ത് അതിന്റെ തലേ ദിവസം ഉറക്കം എണീറ്റ് നമ്മൾ ഇരുന്ന് ടെൻഷൻ അടിച്ച് പഠിച്ച അവസരം നമുക്ക് തലവേദന വന്നു, പിന്നെ നമ്മൾ പരീക്ഷ ഹോളിൽ കിടന്ന് ഉറങ്ങി. എന്റെ ദൈവമേ, ഓ പറയണ്ട. നീ ഇരുന്ന് പഠിച്ചോ. ആ. നീ ഇവിടെ ഇരിക്കണമെന്നില്ല. ഇത് എന്റെ കൂടെ റൂമല്ലേ, പിന്നെ ഞാൻ ഇവിടെ ഇരിക്കാതെ ഇരിക്കാൻ. എവിടെ ഇരുന്നു? ചേച്ചി, അച്ഛനമ്മയെങ്ങാനും ഇന്ന് വരൂ? ഇല്ല, 2 ദിവസം കഴിഞ്ഞേ വരൂ. എന്ത് ഉറപ്പാണോ? രക്ഷപ്പെട്ട്. എന്തോന്ന്? അത് അച്ഛനമ്മ ഇല്ലാത്തോണ്ട് എന്തോ പോലെ എന്ന് പറയാൻ. നീ ഇരുന്ന് പഠിക്കണില്ലേ? അതല്ല. എന്തുവാടി നീ എങ്ങോട്ട് പോണേ? സോറി, എനിക്ക് പഠിക്കണം, മൂട് പോയി. ഞാൻ പോണേ. ഇത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. ഓ, ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി ബുക്ക് തുറന്നു വയ്ക്കും, എന്നിട്ട് മൂട് പോയെന്ന് പറയും. നിങ്ങൾക്ക് എന്തോ കള്ളത്തനുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പു, അപ്പു പണി ചെയ്തോണ്ടിരിക്കണോ? ഒന്നുമില്ല. അച്ഛനും അമ്മയും നിന്നൊന്നും വരൂലല്ലേ? അത് 2 ദിവസം കഴിയുന്നു പറഞ്ഞു. അല്ല, ചുമ്മാ ചോദിച്ച. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞതിന് മുമ്പേ അപ്പുവാണ് ഞങ്ങളുടെ ഗാർഡിയൻ അല്ലേ? വെറുതെ. അതെ, എനിക്ക് ടെസ്റ്റ് പേപ്പറിന്റെ മാർക്ക് കിട്ടി. അതിൽ എനിക്കൊന്ന് ഒപ്പിടണം. ഒപ്പിട്ടു? ഇട്ടുതരാല്ലേ? പക്ഷെ നല്ല മാർക്ക് വേണം, എങ്കിലേ അപ്പൊ ഒപ്പിടുള്ളൂ. അത് നല്ല മാർക്കില്ല ഞാൻ ഇതിന് ഒപ്പിടണത്. അത് ശരിയാണ്, കറക്റ്റ്. അപ്പം മാർക്കില്ലെങ്കിൽ ഒപ്പിട്ട് ഇല്ല. നിന്നെയൊക്കെ കാശ് മുടക്കി പഠിപ്പിക്കണെന്തിനാണ്? നല്ല മാർക്ക് മാറ്റി ജയിക്കാൻ. അത് മാറ്റില്ലെങ്കിലേ ഉളിയങ്കമ്പ് വെട്ടി നിന്നെ ആയിരിക്കും ഞാൻ. അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ പോണം. നീ ഇവിടെ ഇരിക്കായിരുന്നാ? ഞാൻ വിചാരിച്ച കിച്ചണിലായിരിക്കും. അല്ലേ? ശരി. അവിടെ പോകേണ്ട ഒരു മനുഷ്യൻ. എന്തെന്നാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ. ഒന്നുമില്ല തമ്പുരാട്ടി, പ്ലീസ് ഉപദ്രവിക്കരുത്. എന്തോ പറഞ്ഞിട്ട് പോയെ? പരീക്ഷ പേപ്പർ മാർക്ക് ഒപ്പിട്ട് കൊടുക്കാൻ ഞാൻ. അപ്പൊ അപ്പു എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഒപ്പിട്ട് തരാന്ന് പറഞ്ഞു. അത് നന്നായി അല്ലേ? നല്ല രസമുണ്ടല്ലേ? എന്റെ ചേട്ടാ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാതെ എന്നെ ഒന്ന് സഹായിച്ചൂടെ ചേട്ടന്? നിന്നെ ഈ വീട്ടിൽ ശരിക്കും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഞാനാണ്. നീ വെക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നും വിടാതെ ഞാൻ കഴിക്കാറില്ലേ? വേസ്റ്റ് ചെയ്യാറുണ്ടോ? ചേട്ടൻ മാത്രമല്ല, പിങ്കിയും ഉണ്ട്. അപ്പൊ നമ്മളതൊരു സ്നേഹം നിനക്ക് പ്രത്യേകിച്ച് വേണ്ടതാണ്. ചേട്ടാ ഇതൊന്ന് പൊളിച്ച ചേട്ടാ. ഉള്ളിയാ എന്നാ തലവേദന എടുക്കണം. തലവേദന എടുക്കണമെന്ന്. ഹായ്, നിങ്ങളിവിടെ ഉണ്ടായിരുന്നല്ലേ? ഇല്ല, ഉള്ളി വിളിക്കാൻ വേണ്ടി. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എന്ത് മാഡം? അല്ല, വന്നായിരിക്കും. അതെ, എനിക്ക് ഈ പഠിത്തത്തിന്റെ തിരക്ക് കയറുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര സ്വസ്ഥതയായിരുന്നു കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. പഠിത്തത്തിന്റെ ഇതൊക്കെ കൊള്ളാം, മാർക്ക് വരുമ്പോഴാണ്. മാർക്ക് വല്ലതും കുറവാണെങ്കിൽ ചട്ട് ഇങ്ങനെ പഠിപ്പിച്ചില്ല ചന്തിക്ക് വെച്ചേരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തമാശ അങ്ങോട്ട്. അയ്യോ, തമാശയൊന്നുമല്ല, സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. പിങ്കി കുഴപ്പം നടക്കാന്ന് വിചാരിക്കേ വേണ്ട. പക്ഷെ ഞാൻ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ നന്നായിട്ട് പഠിക്കും. ആണോ? പഠിച്ചാൽ നിനക്ക് കൊള്ളാം. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എന്തുവാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന? ദൈവമേ, എനിക്ക് ദൂലാത്തി കൂടി ഇപ്പൊ ഇതിന്റെ അടുത്ത് ചോദിക്കണോ? വലിയ കഷ്ടല്ലേ ഇതൊക്കെ? നിർത്തിയാ ഉള്ളി പൊളിക്കണത്? അല്ല, ഒരു ഉള്ളിയിലെ പൊളിക്കാൻ പറഞ്ഞു. എന്തോ ചേട്ടാ അങ്ങോട്ട് പൊളിച്ചതാ.
ഇങ്ങോട്ട് പിടി. അപ്പച്ചി അവൾ എന്ത് പറഞ്ഞിട്ട് പോയാ? നമ്മൾ എന്തൊക്കെയോ പഠിത്തവും കാര്യങ്ങളും, പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങനെ നൈസായിട്ട് മുങ്ങി. പതിവില്ലാതെ ഭയങ്കര പഠിത്തമായിരുന്നു അവിടെ റൂമില്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ആ ഒരു വിചാരം വന്നിട്ടുണ്ട്, മനസ്സിലായി, പഠിക്കാനുള്ള. അങ്ങനെ ഇരിക്കട്ടെ, പഠിക്കട്ടെ. അല്ലെങ്കിൽ പഠിക്കണം കേട്ടോ, പഠിച്ചാലേ ജീവിതത്തിൽ വലിയ ആളാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചേട്ടനെ പോലെ ആയിപ്പോലെ. പഠിക്കുന്ന സമയത്ത് ഞാൻ പുലിയായിരുന്നു. പുലി അറിയാമോ നിനക്ക്? എന്തോ പുലി. അക്ഷരം മാറിപ്പോയി. പൂ അല്ല എ. എന്തോന്നേ? എലി. എന്തോന്നല്ലി? ആ പിന്നെ പുലി. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നും പറയാതെ എലിയെ പോലെയാണ് ചേട്ടൻ നിൽക്കണം. ആ അതെന്റെ വിനയ കുനയതാ. മതി മതി, നീ ഇതും പറഞ്ഞ് നിങ്ങൾ കാട് കയറിപ്പോട്ടെ. നീ ഒറ്റയ്ക്കൊന്ന് പൊളിച്ചു മതി. നല്ല ആവശ്യം. പുലി 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 എലിയൊക്കെ പോയി. ഞാൻ എന്തിനാ ഇവിടെ വന്നത്? പുളി. ഓ വേണ്ടായിരുന്നു. ഹലോ, കുറെ നേരം ആയല്ലോ ഇങ്ങനെ ഒലാത്താൻ തുടങ്ങിയിട്ട്. എന്താണ് നിന്റെ പ്രശ്നം? ഡി സത്യം പറ, ഞാൻ നിന്നെ ജനിച്ചപ്പോ തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. നിനക്ക് എന്തോ ഉണ്ട്, കാര്യം പറ. ചേച്ചി എന്താണ്? അതെ, എന്റെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിനക്ക് അത്ര എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എടി നീ കാര്യം പറ. ഞാൻ പറയാം, പക്ഷെ നീ ആരടുത്തും പറയൂലെന്ന് പ്രോമിസ് ചെയ്യണം. എടി കാര്യം എന്താന്ന് പറ, എന്നിട്ടല്ലേ പ്രോമിസ് ചെയ്യുന്നതും ചെയ്യാത്ത. അല്ല, നീ പ്രോമിസ് ചെയ്താലേ ഞാൻ കാര്യം പറയുള്ളൂ. ഓ പ്രോമിസ്. അയ്യോ, അത് കള്ള പ്രോമിസ്. അങ്ങനല്ല, ഇങ്ങനെ വെക്കും. പിങ്കി പ്രോമിസ് പോരെ? അടുത്ത് പറയില്ലല്ലോ. പറയില്ല, പറ. അതെ, എന്റെ മാർക്ക് വന്ന്. ഓ കുറഞ്ഞു കാണുമായിരിക്കും. അതിനിപ്പോ ഞാൻ എന്ത് വേണോന്ന്? അതല്ല, ശരി, നിനക്ക് എത്ര മാർക്ക് കിട്ടി? 23 മാർക്കാ? പിന്നെ എന്തോന്ന്? 13. പിന്നെ താഴെ 3 മാർക്കാ? എത്രയ്ക്ക്? 30. 30-ന് 3 മാർക്കാ? നീ പഠിച്ച് എങ്ങോട്ട് പോണു വിങ്കി? ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ഞാൻ ഒന്നാമത് മാനസികമായിട്ട് തളർന്നിരിക്കണം. നീ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ചേച്ചി. എന്തെങ്കിലും ചെയ്യണ വെച്ച് ടീച്ചർ പറഞ്ഞു പാരന്റ്സിന്റെ ഒപ്പിട്ടോണ്ട് വരണമെന്ന്. ഞാൻ ഈ മാർക്കും കൊണ്ടുവന്ന് അപ്പൂന്റെ അടുത്ത് അപ്പച്ചയുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒപ്പിട്ട് തരൂല. അതെന്തായാലും തരില്ല, 2 തല്ലും തരും. ചേച്ചി എന്തെങ്കിലും ഒന്ന് പറയച്ചു. എന്ത് വെച്ച് നിനക്ക് മാത്രം എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ചേച്ചി. എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി നീ എന്ത് ചെയ്യും? ശ്വാസം വിട്. ഞാൻ ഇതിലിപ്പോ എന്ത് ചെയ്യാനാണ്? പാരന്റ്സിന്റെ സൈനേ ഇടാൻ പറ്റുള്ളൂ. എനിക്ക് സൈൻ ചെയ്ത് തരാനും പറ്റൂല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും എന്ത് ചെയ്യാൻ? നിന്റെ ഇത് പേപ്പർ ഇങ്ങട്. അല്ല, ഞാൻ ഈ സഹായിച്ചൊക്കെ തന്നിട്ട് എനിക്കെന്ത് ഗുണം? എനിക്കൊന്ന് നന്ദി ഉണ്ടാവും. നന്ദി എടുത്ത് പോക്കറ്റ് വെച്ചിരുന്നാ മതി. തോന്നുന്നു. അയ്യോ, ടീച്ചറിന് ദയതോന്നി ഇട്ട് കൊടുത്തായിരിക്കും 3 മാർക്ക്. ഇതിനകത്ത് ഒന്നുമില്ലല്ലോടി. ഉണ്ടടി, ഇതാ 1 മാർക്കിനുള്ള ചോദ്യം ഞാൻ കറക്റ്റായിരുന്നു. എനിക്ക് മാത്രമേ കറക്റ്റായുള്ളൂ. നീ പഠിപ്പിച്ച സമയത്ത് എവിടെ പോയിരുന്നു? എന്താന്നറിയോ? എന്ത്? ഞാൻ ഉണ്ടല്ലോ ഡാൻസ് പ്രാക്ടീസിന് പോയിരുന്നു. ഈ പോഷൻ അപ്പൊ ഞാൻ കേട്ടിട്ടേ ഇല്ല, അതുകൊണ്ടാണ്. അയ്യോ, ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങ് മല മറിച്ചേനെ. അല്ല, അങ്ങനെയല്ല. എവിടെ എന്തേലും ചെയ്യടി. എന്തോടി? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടെ നിന്ന് എന്ത് ചെയ്യും? ഞാൻ എന്നും നിന്റെ ഒരു അടിമയെ പോലെ കൂടെ ഉണ്ടാവും. ഉറപ്പാണല്ലോ? എടി സത്യം. മാറ്റമൊന്നുമില്ലല്ലോ എന്നത്തെ പോലെ? ഇല്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒപ്പിടാ അറിയാവോ? ഒരു ഐഡിയ ഉണ്ട്. എന്തോ ഐഡിയ? നീ പേനതാ. പേന എന്തിനടി? നിനക്കിപ്പൊ എത്ര മാർക്കാണ് കിട്ടിയത്? 3 മാർക്ക്. എന്തിനാ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കണം? എന്തിനാ നീ? ഇടി, ഞാൻ നിന്നെ കുത്തിയതല്ല. പിന്നെ 3 മാർക്ക്. 3 മാർക്ക്. 3 മാർക്കിൽ ഒരു 0 കൂടി ഇട്ടാൽ എത്ര മാർക്കായി? 30 മാർക്ക് ആയല്ലോ. നമ്മൾ ഇതിന് ഒരു 0 ചേർക്കും. അയ്യോ, അതൊക്കെ തെറ്റല്ലേ? അയ്യോ, തെറ്റല്ലേ? അല്ല, ശരി മാത്രം ചെയ്യുന്ന ഒരു പാവം.
അങ്ങനല്ല. പക്ഷെ നമ്മൾ ഈ പൂജ ഇട്ട് കഴിഞ്ഞാൽ അവര് ടീച്ചർ കണ്ടുപിടിക്കൂലേ? എടി മന്ദബുദ്ധി, പൂജ ഇടുക, ഇട്ടിട്ട് നമ്മൾ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിക്കുന്നു. എന്നിട്ട് ഈ പൂജ അങ്ങ് നമ്മൾ റബ്ബർ ഇട്ട് മാച്ച് കളയുന്നു. അങ്ങനെ റബ്ബറൊക്കെ ഉണ്ടല്ലേ? ഈ മാഷി വാങ്ങിക്കുന്ന റബ്ബറൊക്കെ ഉണ്ട്. ലൈറ്റ് ആയിട്ടൊരു പൂജ ഇടാ. നിനക്ക് ഇത്ര ബുദ്ധിണ്ടായിരുന്ന? പിന്നല്ല, റിംഗ് ആരാ മോള്. ഞാൻ ഇപ്പൊ പേന എടുത്തുതരാം. എവിടെ എന്റെ പേന? റെഡ് പെൻ ഉണ്ട്, റെഡ് പെൻ. ഒപ്പിടല്ല, പൂജയൊക്കെ ഇടാ. അതുപോലെ ഇടണേ, മാറല്ല. ഇപ്പൊ ചിലപ്പം ആ പൂജത്തിന്റെ വെച്ച് കണ്ടുപിടിക്കും. ഈ സ്മരണയൊക്കെ എന്നും വേണം. എടി ഉണ്ടാവൂടി. വിറപ്പിക്കല്ലേ. സോറി 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 സോറി. എടി ഇവിടെ ഇങ്ങനെ ഒരു വളമുണ്ട്. ഇവിടെ എടി വളവൊക്കെ ഉണ്ട്. ഇങ്ങനെ തന്നെ കണ്ട. ഇതാരും മനസ്സിലാക്കും. മാറ്റി തരണേ. ശരി, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ പോയി ഉപ്പിടിപ്പിച്ചിട്ട് വരാം. ഓക്കെ. കാഞ്ഞ ബുദ്ധിയെ എനിക്ക് എന്ത് ചെയ്യാൻ. മാമ എനിക്കില്ലേടി. ഇങ്ങോട്ട് നോക്ക്. ചൂട് ചൂടില്ലെങ്കിൽ പറയാൻ ചൂടില്ല, ചൂടായിട്ട് കൊണ്ടുവരുമ്പോ പറയാൻ ചൂട്. ചൂടാണോ ഉണ്ട്, അല്ല മനുഷ്യനെ കൊല്ലാനുള്ള മറ്റേ ബന്ധുവാണോ കന്നലല്ല. എല്ലാരും ചായ കുടിക്കായിരുന്ന എന്നെ ഇതൊക്കെ ആര് വിളിപ്പിച്ചത്? 3 പേര് കൂടിക്കണമെന്ന് കാണിക്കേ. പേര് വിളിക്കാറുണ്ട്. പേര് വിളിച്ച് അടിച്ച് കൊന്നതാ ഞാൻ. അതെ, എനിക്കൊരു ആൻസർ ഷീറ്റ് ഒപ്പിടാനുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആരാണ് ചെയ്തു തരുന്നത്? ഞാനല്ല. എന്തായാലും മാർക്ക് എത്ര ഉണ്ടെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എനിക്ക് മാർക്കൊക്കെ ഉണ്ട്. എത്ര ഉണ്ട്? എനിക്ക് 30 ഉണ്ട്. ഓ നോക്ക് നോക്ക് നോക്ക്. നോക്കട്ടെ. ഈ 30 അതൊക്കെ നോക്കാം. ഷോ ചുളുങ്ങി ചുളുങ്ങി. ഞാൻ സൂക്ഷിച്ചു കൊണ്ടുവന്ന ഫ്രണ്ടിൽ എന്തോ മാർക്ക് നോക്കണ്ടേ അവക്ക്? ഒക്കെ നോക്കാം. എന്താ പറ്റി? എന്താ വെട്ടിട്ടേക്കണത്? അയ്യ, അത് വെട്ടല്ല. അത് 2 ടിക്ക് ഒരുമിച്ച് വരുമ്പോ നമുക്ക് വെട്ടായിട്ട് തോന്നും. ഇലൂഷൻ. 2 ടിക്കാ ഒരാൻസറിനാ? താഴെ വേറെ ആൻസർ ആയിരുന്നു. അപ്പൊ അപ്പൂ ഒപ്പിട്ട് തരൂ. ഞാൻ ഇട്ടേരാ. അത് പിടി. എന്തായാലും കൊള്ളാടി. താങ്ക്സ്. ഒന്നും നോക്കണ്ട. ഒപ്പിട്. ഇതിനകത്തും വിട്ടേക്കുന്നു. ഒപ്പിട്. മോളെ റിങ്കു, പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞ് നടന്നാ പോരാ. കണ്ടാ പിള്ളേർ മാർക്ക് വാങ്ങിക്കണ കണ്ടാ? അതുള്ളത് തന്നെ. അതന്നെ, പെണ്ണിലാസ മാർക്ക് വാങ്ങിച്ചു. ഫുൾ മാർക്ക്. അതല്ലല്ലോ അങ്ങനെ വരുള്ളൂ. ഈ പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞോണ്ടേ വീം പളക്കാൻ പലർക്കും പറ്റും. പക്ഷെ മാർക്ക് മേടിക്കാൻ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കും. എന്തോ നീ പറഞ്ഞേ? മാർക്ക് മേടിക്കാൻ കഷ്ടപ്പെട്ട് പഠിക്കണം അല്ലേ? അപ്പച്ചിക്ക് ഒരു കാര്യം അറിയോ? ഇവളുടെ ഈ മാർക്ക് ഉണ്ടല്ലോ. എനിക്ക് ഈ മാർക്ക് ഉണ്ടല്ലോ. മാർക്ക് ഞാൻ പഠിച്ചിട്ട് കിട്ടിയതാണ് അല്ലേ? അതൊന്നല്ല. അപ്പച്ചി, ഇവക്കേ 30 മാർക്കൊന്നും അല്ല കിട്ടിയത്. എനിക്ക് 30 മാർക്ക് അല്ലേ കിട്ടിയത്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കാൻ കിട്ടി. എന്തോന്നൊക്കെ 30 മാർക്ക് അല്ല കിട്ടിയത്. ഇവക്ക് വേറെ 3 മാർക്കേ കിട്ടിയുള്ളൂ. 30 കണ്ണം കണ്ടു. സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെക്ക് ചെയ്യണ്ട. അപ്പൊ ഇത് 30 എഴുതിക്കണ ആര് എഴുതിയത്? അത് തിരുത്തിയതാണ്. ആര് തിരുത്തിയത്? ഒരു പൂജ ഇട്ടേക്കണ നോക്ക്. ചുമ്മാ ചുമ്മാ അത് പൊട്ടം തെറ്റ് എല്ലാ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഇതല്ലേ ഉള്ളു പറഞ്ഞ 2 ശരി ഒരുമിച്ചിട്ട്. നീ എന്തൊരു വേല കാണിച്ചത്? ഞാനല്ല കാണിച്ചത്. നീയാണോ തിരിച്ചത്? ഞാനല്ല തിരുത്തിയത്. ഇവളാണ് തിരുത്തിയത്. ഓഹോ, ഈ പേപ്പർ നീ കയറ്റിയതാണല്ലേ? അത് ഞാൻ ഇവളെ സഹായിച്ചെന്ന് വെച്ചാൽ ഇവള് പിന്നെ കരഞ്ഞ് കാല് പിടിച്ചു. അയ്യോ, ഞാൻ കരഞ്ഞുമില്ല കാല് പിടിച്ചില്ല. എന്റെ ദൈവമേ, ഇവള് ചുമ്മാ സഹായിച്ചെന്നെ. അയ്യോ, അങ്ങനെയൊന്നും അല്ല ചേച്ചി. എനിക്ക് ചേച്ചി അല്ലാതെ വേറെ ആരുണ്ട് എന്നെ ഈ ഒരു സന്ദർഭത്തിൽ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞത് ഇവളാണ്. കൊള്ളാം. ഇന്നും പറഞ്ഞ് ചെയ്തു കൊടുക്കൂ. ഇത് വെറുതെ ശരിയാവൂല. ഞാൻ കമ്പ് എടുത്തോണ്ട് വരാം. അതെന്തിനാ അവിടെ ഇരി. അവിടെ ഇരിയാ കൂടി. ചുമ്മാ ഞാൻ പോയി കമ്പ് കമ്പെടുത്തോണ്ട് വരാം. അങ്ങനെയല്ല. നീ നല്ലൊരു ചേച്ചിയാണ്. നല്ലൊരു ചേച്ചിയാണ്. നീ ഒറ്റ എന്നെയും കൂടി അടി കിട്ടി. കൃത്യമായിട്ട് ഐഡിയ പറഞ്ഞു കൊടുക്കോ? അപ്പച്ചി എന്ത് പറ്റിയ? അയ്യോ, അയ്യോ, വിഷങ്ങളല്ല 2 എണ്ണം.
ഒരു ഭാഗം പഠിച്ചിട്ടില്ല. നിന്റെ അണ്ണന്റെ മോക്ക് അങ്ങനെ തന്നെ